ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. ഒരു കാർമേഘം അങ്ങ് മാറി വെളിച്ചം വന്നതുപോലെ ഒരു തോന്നല എനിക്ക്. തോന്നലല്ലമ്മേ, വെളിച്ചം വന്നു. ചന്ദ്രമതി ആന്റി വന്ന കാര്യം ദേവി പറഞ്ഞപ്പോ മനസ്സിനകത്തൊരു തണുപ്പായിരുന്നു. എത്രയും പെട്ടെന്ന് കാട്ടൂരാൻ വക്കീലിനെ കണ്ട് കാര്യങ്ങൾ പറയണം. കേസ് പിൻവലിക്കാന്ന് വെച്ചാ അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതെ, പക്ഷേ ഇതിപ്പോ അവരുടെ വക്കീല് തന്നെ കാര്യങ്ങൾ നോക്കിക്കോളും. കമ്പനി കാര്യങ്ങൾ പക്ഷേ നമ്മളും കൂടി ഇരിക്കണം. ചന്ദ്രമതി വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചാൽ നമുക്ക് നമ്മുടെ വക്കീലിനെ അങ്ങോട്ടേക്ക് അയക്കാം. ഞാൻ രജനിയോട് പറയുമായിരുന്നു, ചന്ദ്രമതിയെക്കുറിച്ച് മനസ്സിലുണ്ടായിരുന്ന ധാരണകളൊക്കെ മാറിപ്പോയി. നേരിട്ട് കണ്ടപ്പോ മനസാക്ഷിയുള്ള സ്ത്രീയായിട്ടാ എനിക്ക് തോന്നിയത്. അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ചന്ദ്രത്തിലേക്ക് തിരിച്ചു പോകണം, അല്ലേ അമ്മേ? അതിന് ജപ്തിയുടെ കാര്യങ്ങൾ ക്ലിയർ ആവണമല്ലോ. കമ്പനി ഫണ്ടൊക്കെ റിലീസായി കഴിയുമ്പോ അതൊക്കെ സെറ്റിലാക്കാം. ചന്ദ്രമതി ആന്റി തിരികെ പോയ ശേഷം വിളിച്ചായിരുന്നോ അമ്മേ? ഇല്ല, ഞാൻ അങ്ങോട്ടൊന്ന് വിളിച്ചു, കിട്ടിയില്ല. അവരുടെ മനസ്സ് മാറിയ സ്ഥിതിക്ക് നമ്മൾ ടെൻഷൻ ഒഴിഞ്ഞല്ലോ. അവരായിട്ട് എന്നെ വിളിച്ചോളൂ. ശരിയാ, ഉടനെ വിളിച്ച് ധൃതിപ്പെടുത്തണ്ടമ്മേ. 1-2 ദിവസം കഴിയട്ടെ. അറിയാത്ത നമ്പറാണല്ലോ. ഹലോ, ഇത് ദേവികയാണോ? അതെ. ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ കമ്പനിന്നാണ് വിളിക്കുന്നത്, HR ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. ആ പറയണം. ഒരു ഇന്റർവ്യൂ ലെറ്റർ കിട്ടിയിരുന്നല്ലേ? ആ കിട്ടിയിരുന്നു. നാളെയാണല്ലോ ഇന്റർവ്യൂ. അതെ, അത് കൺഫേം ചെയ്യാൻ വിളിച്ചതാണ്. നാളെ അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ? ആ ഉണ്ട്, അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂ ഹാളിന്റെ പുറത്തുണ്ടാവണം. യെസ് സർ. വരുമ്പോ എല്ലാ ഡോക്യുമെന്റ്സും കൊണ്ടുവരണം, അയച്ച ലെറ്ററും കൊണ്ടുവരണം. ശരി സർ. ഓക്കെ, താങ്ക് യു സർ. പിന്നെ അമ്മേ, നാളെ ഇന്റർവ്യൂവിന്റെ കാര്യം ഫൈനലായി. ഓർമ്മിപ്പിക്കാനാ വിളിച്ചേ. നല്ല കാര്യങ്ങളും നല്ല ലക്ഷണങ്ങളുമാണല്ലോ വന്നോണ്ടിരിക്കുന്നേ. അപ്പോ വീട്ടിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടുന്നു. നാളെ ഇന്റർവ്യൂ കഴിയട്ടെ. നല്ല മിടുക്കന്മാരും മിടുക്കികളും ആയിരിക്കും മെജോറിറ്റി. അതിനിടയില് എനിക്കൊക്കെ ഫസ്റ്റ് റൗണ്ട് പോലും കടക്കാൻ പറ്റുമെന്ന് കണ്ടറിയണം. വലിയ എളിമ കാണിക്കണ്ട, നീ ആയിരിക്കും ടോപ്പർ. സംശയം ഉണ്ടെങ്കിലേ നീ നാളെ നോക്കിക്കോ. മോളെ, സംശയിക്കണ്ട, നിന്നേക്കാൾ മിടുക്കികൾ അവിടെ വേറെ കാണില്ല. അത് ശരിയാ. അപ്പൊ ദേവി, രാവിലെ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. ശരി നന്ദു. നാളെ തന്നെ മിക്കവാറും ചന്ദ്രമതി മാഡം വിളിക്കും. ഒരാഴ്ചക്കുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും കഴിയുമേ. അതെ, പ്രശ്നങ്ങളൊക്കെ തീർന്ന സ്ഥിതിക്ക് എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ടാവും. ഭക്ഷണം എടുത്ത് വെക്കും. വേണ്ട.